എടാ അളിയാ, ലാ കോളേജിന്റെ അന്തസ്സുകളിന്ന് പണിയൊന്നും കാണിച്ചേക്കരുതേ. ഈ കഞ്ചാവിന്റെ പോയെല്ലാം കൂടെ അകത്ത് ചെന്നാ നീ വെറും കാണ്ടാമൃത്തെ പോലെ ആയിപ്പോവും. വർഷത്തിൽ 1-2 ദിവസമേ നമുക്ക് ഈ വിമൻസ് കോളേജിനകത്ത് തരാൻ ലൈസൻസ് ഉള്ളൂ. അന്നൊക്കെ പോകുന്നത് വിളയാറണം. അല്ലയാ, സമയം പോകുന്നു, താങ്കളും പോകുന്നു. അതിനു മുമ്പ് നമുക്ക് അവരുടെ ക്ഷേമം ഒന്ന് അന്വേഷിക്കണ്ടേ? ഒരു മൈൻഡില്ലല്ലോ കിടാങ്ങളെ. അയൽവക്കം ആയതുകൊണ്ടാ ലാ കോളേജിൽ പഠിക്കുകയാണെങ്കിലും നിങ്ങൾ വിളിച്ചില്ലെങ്കിലും ഒരു ചടങ്ങിനായി ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാനെന്താടി നിന്റെ വേലക്കാരനോ? എടാപാടാന്ന് വിളിക്കാൻ? ഞാൻ മാറാതെ ഇവിടെ വന്നാൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ മുമ്പോട്ട് ഇങ്ങനെ നടന്നു വന്നാലും നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ഒക്കെ ചെയ്താലും നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇത് പോലീസിൽ അറിയിച്ചേ പറ്റൂ. അക്രമത്തിനും ഇല്ലേ വരാതിര്? ഇവിടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പരസ്യമായി ചുംബിക്കുക, ബലാത്കാരം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കും ഇല്ലേ മാഡം ഒരു ഉത്തരവാദിത്തം? മാഡം പോലീസിനെ വിളിച്ചേ പറ്റൂ. ഹലോ, യെസ്. ഇത് വിമൻസ് കോളേജിൽ നിന്ന് പ്രിൻസിപ്പൽ ആണ്. ഗുഡ് മോർണിംഗ് മാഡം. എന്ത് സത്യമാണേ പറയുന്നത്? ഞങ്ങൾ ഉടനെ എത്താം. പക്ഷെ ആള് മാറിപ്പോൻ പാടില്ലല്ലോ. ആളിനെ കുറിച്ച് എന്തെങ്കിലും സൂചന തരാൻ പറ്റുമോ? കുട്ടിയോട് മര്യാദ ഇല്ലാതെ പെരുമാറിയ ആള് എന്ത് വിഷമായിട്ടിരുന്നെന്ന് ഓർമ്മയുണ്ടോ? അത് ഗേറ്റ് കടന്നു വരുമ്പോ നിങ്ങൾക്ക് കാണാം. അയാളുടെ വേഷം വെള്ള പാന്റും ചുവന്ന ഷർട്ടും. കൃഷ്ണൻകുട്ടി, ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും നല്ല നടി, ഏറ്റവും നല്ല ഗായിക, ഏറ്റവും വലിയ ചട്ടമ്പി. ഇവരൊരുമിച്ചുള്ള ഒരു ഫോട്ടോ എനിക്ക് വേണം കേട്ടോ. ഞാനിപ്പോ വരാം. അയ്യോ, പോലീസ്! ഓടിക്കോ! അയ്യോ, പോലീസ്! അയ്യോ, പയ്യ എന്റെ സാധനം! പോലീസ് പിടിച്ചിടിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ ഓടിയെത്തി പാപ്പ. പക്ഷെ അതിന്റെ കൃഷ്ണൻകുട്ടിക്ക് ഒരു 3-4 അടി കിട്ടി കാണും. ഓ, ഇയാളുടെ ഒരു വല്ലാത്ത ജാതകമാണല്ലോ. ചേട്ടാ, ഈ പോലീസുകാർക്കുള്ള ഒറ്റ കുഴപ്പം ഇതാ, ആമാർ എന്തെങ്കിലും ചെയ്താൽ മർമ്മം നോക്കിയേ ചെയ്യൂ. നല്ല കാലത്തിനാ സൂസി അപ്പൊ ഓടിയെത്തിയത്. ഏത് കഷ്ടകാല സമയത്താണോ എന്തോ ചുവന്ന ഷട്ടാ എനിക്ക് തോന്നിയത്. നീയാ പറഞ്ഞത്. ഞാനങ്ങനെ അറിയുന്നത് മറ്റവൻ ചുവന്ന ഷട്ടാ ഇടുന്നതെന്ന്. തേങ്ങ ഉടയായിരുന്നു എന്റെ മനസ്സ് വിഷമിച്ചപ്പോ നീ എന്നെ കളിയാക്കിയില്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ ഇതിലൊക്കെ കാര്യമുണ്ടെന്നുള്ള കാര്യം. ആ പലിശക്കാരനാണെങ്കിലേ ഞാനിവിടെ ഉണ്ടെന്ന് പറയണ്ട. ആക്കലാം. കൃഷ്ണൻകുട്ടിയുടെ അച്ഛനും അമ്മയാ. ചേട്ടാ, ചേട്ടന്റെ അച്ഛനമ്മ കാണാൻ വന്നിരിക്കുന്നു. ഞാൻ പോയി ചായ വാങ്ങിച്ചോണ്ടാ. 1:30. ആശാനെ ഒരു 2 ചായ സ്പെഷ്യൽ ആയിട്ട്. ഞാനിപ്പൊ കയറി കല്യാണം കഴിച്ചാൽ എങ്ങനെ ചെലവെടുക്കുന്ന നിങ്ങൾ ഈ പറഞ്ഞേ? എടാ മോനെ, നീ ചെലവിന് കൊടുക്കണ്ട. നിനക്ക് അവര് ചെലവിന് തരുമെന്ന്, അതിനുള്ള കഴിവ് അവർക്കുണ്ടെന്ന്. അതെ, വന്നു കയറിയ മഹാലക്ഷ്മി എന്താ തൂത്തുകളയെന്ന്? ഞാൻ ഒന്നുകൂടെ എന്റെ സമയം നോക്കട്ടെ, എന്നിട്ട് അറിയിക്കാം. എന്നാ ചായ കുടിച്ചിട്ടിരുന്നാട്ടെ, അപ്പോഴേക്കും ഞാനൊന്ന് റെഡിയാവാം. കരിക്കാനൊന്നുമില്ലേ മക്കളെ? എന്താ കരിക്കാൻ? നേരെ ശരിക്കൊന്ന് വെളുത്തോട്ടെ. എന്തോ ചേട്ടാ വിശേഷം? ഓ, നല്ല വിശേഷം. ഞാൻ പെണ്ണ് കെട്ടണം. അതിനിത്ര ദുഃഖം തോന്നുന്നു. ചേട്ടൻ പെണ്ണിനെ കെട്ടുന്നോ അതോ പെണ്ണ് ചേട്ടനെ കെട്ടുന്നോ? എന്ന് വെച്ചാൽ ചിക്കിലി കിട്ടുമെന്ന്. സ്ത്രീധനം ഉണ്ടോന്ന്? അതൊക്കെ ഉണ്ട്. പിന്നെ ചുമ്മാ കയറി കെട്ട്. ചേട്ടാ, നമുക്ക് ഒരെണ്ണം ഒത്തു വരുന്നില്ലല്ലോ. അല്ല, ആര് വന്നാലും ഞാൻ എന്നെ വാങ്ങിക്കും. സംഗതി അവൻ ഇത്രയൊക്കെ സെറ്റപ്പ് ആക്കിയെന്ന് പറഞ്ഞാൽ അതാ മനുഷ്യ ഞാൻ പണ്ട് മുതലേ പറയുന്നത്. അവന്റെ അഷ്ടമത്തിലെ ശനി മാറുമ്പോ എല്ലാം മാറുമെന്ന്. ഒരു 10 മണിയായിട്ട് വരണം. നേരം വെളുക്കുന്ന കുറ്റം പറഞ്ഞ് ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞ് വന്നാലേ ബാക്കിയുള്ളവർക്ക് കുളിക്കുകയും ജപിക്കുകയൊന്നും വേണ്ടായോ? ഒരു നിമിഷം ഒന്ന് വരണേ. എന്താ? ഒരു കാര്യം പറയാനാ. എന്റെ അച്ഛനും അമ്മയാ, അവരുടെ മുമ്പ് വെച്ചൊന്നും പറയല്ലേ. ആരായാലും എനിക്കെന്താ? 71 തുടങ്ങിയതാ ഞാൻ ഈ സ്റ്റുഡിയോ. എനിക്കറിയാം സാർ. അറിയാമല്ലോ. അറിയാം. എന്തറിയാവുന്നു? 71 തുടങ്ങിയാണത്. ഇനി ഇത് ആവർത്തിക്കില്ല.
ഈ ജാതകത്തിനുള്ള ഒരു കുഴപ്പം, സ്വന്തം കാര്യം നോക്കാൻ പഠിച്ചിട്ടില്ല. മറ്റുള്ളവർക്ക് വേണ്ടി തത്രപ്പെട്ട് നടക്കുന്ന ഒരു മനസ്സാണുള്ളത്. അത് നല്ലതല്ലെന്നാണ് സ്വാമി പറയുന്നത്. നല്ലതായിരുന്നു പണ്ട്, ഇപ്പൊ അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് ചവിട്ടിക്കയറാൻ ഒരു ഏണി കിട്ടിയാല് എത്രയും വേഗം ചവിട്ടിക്കയറണം. പിന്നീട് അടുത്ത ഏണി കണ്ടെത്തണം. അല്ലാതെ പഴയ ഏണിയെ ഓർത്ത് അവസരങ്ങൾ പാഴാക്കരുത്. ഏണിയും കീണിയൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. പിന്നെ കാര്യം പറയണ്ടേ, ചേട്ടന് നല്ലൊരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്. അത് നടക്കുവോ, നടത്തണോ, അതോ നടത്തിയാൽ എങ്ങനെ ഇരിക്കും, അതാണ് അറിയേണ്ടത്. ഈ കണ്ടീഷനിൽ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒന്നുറപ്പാണ്, ഇതൊരു ബെസ്റ്റ് ജാതകം. എനിക്ക് അയാൾ പറഞ്ഞാലൊന്നും വലിയ വിശ്വാസം വരുന്നില്ല. മൗട്യം പോലും ചേട്ടന്റെ സമയത്തേക്ക് അയാളെ കവടിക്കാത്താണ്. ആദ്യം അയാളെ സമയം നോക്കട്ടെ. ഹലോ ഹലോ, ഒന്ന് എഴുന്നേറ്റ്. ഇതെന്തോ സത്രമാണോ? നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. മുണ്ടക്കയത്ത് നിന്ന് വരുവാ ഞാന്. ഇവിടെ എത്തിയപ്പോ നെടുമങ്ങാട്ടേക്കുള്ള ലാസ്റ്റ് ബസ്സും പോയി. തണുപ്പ് കാരണം കുറെ ശ്വാസമയും. ഒരു രാത്രി തണുപ്പില്ലാതെ ഒന്ന് കഴിയാനുള്ള അവസരം അകത്തെങ്ങാനും ഉണ്ടാക്കി തരണം. അതൊന്നും പറ്റില്ല. വല്ല ബസ് സ്റ്റാൻഡിലെ റെയിൽവേ സ്റ്റേഷനിലോ മറ്റോ പോയി കിടക്ക്. അങ്ങനെ പറയല്ലേ കുഞ്ഞുങ്ങളെ, എനിക്കിവിടെ എണീക്കാൻ വയ്യാത്തതുകൊണ്ടാ. ഞാനും ഒരു കുടുംബത്തിൽ പറഞ്ഞവനാ. അല്ല അമ്മാൻ രാവിലെ എഴുന്നേറ്റ് പോയിക്കൊള്ളാമേ. ചേട്ടന് വേറെ പണിയൊന്നുമില്ലേ? അവസാനം വണ്ടിക്കൂലിക്കുള്ള കാശ് കൂടി കൊടുത്തേക്കേണ്ടി വരും. ഞാൻ പിച്ചക്കാരനൊന്നും അല്ല കുഞ്ഞുങ്ങളെ. എന്റെ കയ്യിൽ ധാരാളം പണമുണ്ട്. നോക്കിയാട്ടെ, വിശ്വാസം ഇല്ലെങ്കിൽ. അമ്മ കാശ് ഭദ്രയോടെ പിടിച്ചു വെച്ചോ. ചേട്ടൻ ഇതിന്റെ വല്ല കാര്യമുണ്ടോ? പോട്ട് ഗണേശ, ഒരു പ്രായമായ മനുഷ്യനല്ലേ. ഇപ്പോഴത്തെ കാലം അതാണെന്ന്. ഇയാൾ വല്ല കള്ളനോ കൊള്ളക്കാരനോ സിക്ക് ബീഗറിനോ ആരാണെന്നൊക്കെ ആർക്കറിയാം. ഇയാളതൊന്നും അല്ലെന്ന്. ആള് പാവാണ്ട അറിയാം. പിന്നെ ഒരു സമാനം ഉള്ളത്, സദാനന്ദ മുതലാളി നാളെ ഉച്ച കഴിഞ്ഞാൽ വരും. നമുക്ക് അതിനു മുമ്പ് ഇയാൾ ഇറക്കി വിടാം. ഞാൻ ഇപ്പൊ സ്റ്റുഡിയോ റൂമിൽ പോയി കിടക്കാം. ഈ കിളവൻ വല്ലതും അടിച്ചോണ്ട് പോയാലോ? അതായിട്ട് കാണിച്ചാലേ. പിന്നെ ഉള്ള സ്ഥലത്തൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ യാത്ര പറയാനും മംഗളം പറയാനും നിൽക്കണ്ട, സ്ഥലം വിട്ടോളണം. ആഹാ, ഇതുവരെ പോയില്ലേ? മണി 8 എന്തോ നമ്മ ഒന്ന് എഴുന്നേറ്റെ. ചേട്ടാ ആ കിളവൻ ക്ലോസ് ആയി. ക്ലോസ് ആയെന്നോ? വെടിയായിന്ന് ഇരുന്നിരിപ്പ് ചത്തിരിക്കുന്നു. നേരം വിളിച്ച് സ്റ്റുഡിയോയിൽ ആൾക്കാർ, നമ്മളിപ്പോ എന്ത് ചെയ്യും? ആള് മരിച്ചിരിക്കുക. കുഴഞ്ഞല്ലോ ഗണേശ. ഇയാൾ ആരാണെന്നോ ഏതാണെന്നോ നമുക്ക് അറിഞ്ഞൂടാ. എങ്ങാനും വല്ല പോലീസോ കേസോ മറ്റോ വന്നാൽ നമ്മൾ രണ്ടുപേരും കൊടുക്കും. ചേട്ടാ വന്നത് വന്നു. പോലീസല്ല, ഒരു ഈച്ച പോലും അറിയുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ചാക്കിനകത്തേറ്റി രാത്രി വാസുവിന്റെ കാർ വിളിച്ച് കടപ്പുറത്തുണ്ടേ തട്ടാം. ചേട്ടാ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വന്നു തുടങ്ങി. ചാക്കിന്നൂര് നമ്മളിപ്പോ എന്തോ ചെയ്യും? ഉച്ചയ്ക്ക് 12 വാസു വരും. അതുവരെ ഇവനെ എവിടെ കൊണ്ട് ഇരുത്തും? ജോത്സ്യർ അപ്പോഴാ പറഞ്ഞത് ആവശ്യമില്ലാത്ത ഇടപെടരുന്ന്. നമുക്ക് സ്റ്റുഡിയോ റൂമിൽ കൊണ്ടിരുത്താം. സ്റ്റുഡിയോക്കകത്തോ? ഈ ഡെഡ് ബോഡിയെ? ഡെഡ് ബോഡി ആയിട്ടല്ല, പിന്നെ നമുക്ക് ഇരുത്താം. വാ ഒന്ന് പിടി. ഒന്ന് വെയിറ്റ് ചെയ്യണേ, സ്റ്റുഡിയോ ഇപ്പൊ തുറന്നേ ഉള്ളൂ.
ഏർപ്പാടാ. നേരെ എത്രയായി? വേറെ എങ്ങും സ്റ്റുഡിയോ ഇല്ലാത്തതുപോലെ. ചേട്ടാ റെഡിയായോ? ഒരു പാസ്പോർട്ട് കേസ് വന്നിരിക്കുന്നു, അയക്കട്ടോ? സമയം എന്തായി? അമ്മാനോട് ചോദിച്ചേ സമയം എന്തായി? അമ്മാവന് ചെവിയും കേൾക്കില്ല, വർത്താനം പറഞ്ഞാൽ തിരികെയില്ല. രാവിലെ വന്ന് കയറിയതാ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട്. നോക്കെടുക്കാം. പാസ്പോർട്ടല്ലേ? Smile, please. എങ്ങനെയുണ്ട്? എങ്ങനെങ്കിലും ഒന്ന് 12 മണിയായ മതി. രക്ഷോട്ട് വാസു വരാൻ നേരിട്ടുണ്ട്, കൊണ്ടുവന്നു. ഏത് നേരത്താ എന്റെ പണ്ടാര കിളവാ എനിക്ക് ഇടക്കറി വരാൻ തോന്നിയത്. ഇരിപ്പാ കണ്ടില്ല സ്റ്റൈലായി. മുടിഞ്ഞതല്ലേ? ഫോട്ടോ എടുത്ത് കൊടുത്തേ, ഞാൻ പോയി പറഞ്ഞയക്കാം. ചേട്ടാ സെറ്റ് വിളിക്കും. ക്യാബിനറ്റ് ഫുള്ളോ? എന്റെ ഭർത്താവ് ജബൽപൂരിലാ, അങ്ങോട്ട് അയച്ചു കൊടുക്കാനാ. ഭർത്താവിന് ഫുള്ളല്ലാതെ പിന്നെ അവിടെ മേക്കപ്പ് റൂം ഉണ്ട്, ടച്ചപ്പ് ചെയ്യാം. ഇതെന്തോന്ന് സ്റ്റുഡിയോ? പെണ്ണുങ്ങൾ മുണ്ടു മാറുന്നതും പൗഡർ ഇടുന്നത്, കിഴവന്മാരെ ഒളിച്ചിട്ട് നോക്കുന്നത് ഈ സ്റ്റുഡിയോയിൽ ആദ്യമായി കാണുന്നത്. അയ്യോ അതൊരു സുഖമില്ലാത്ത ആളാ. അതെ അതെ, അയാളുടെ നോട്ടം കണ്ടാൽ അറിയാം അയാൾക്ക് എന്തിന്റെ അസുഖമാണ്. അയ്യോ ഇതേ മുതലാളി വരുന്നു. എന്താ അവിടെ? എന്താ പ്രശ്നം? എനിക്ക് നിങ്ങളുടെ ഫോട്ടോയും വേണ്ട, ഒരു ചുക്കും വേണ്ട. ഒരു നിമിഷം. അവനെന്താ ബഹളം ഉണ്ടായിക്കൊണ്ട് പോകുന്നത്? വയസ്സായ ഒരു അമ്മാവൻ രാവിലെ ഫോട്ടോ എടുക്കാൻ വന്നു. ഞാൻ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് സാറിന് എടുക്കണമെന്ന്. സാറിന്റെ ഒരു ആരാധനാണെന്ന്. അതിനിടയിൽ ആ സ്ത്രീയും ആ ആളും തമ്മിൽ സാറിന്റെ പേരും പറഞ്ഞ് വഴക്കായി. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്നെ കൊണ്ട് തന്നെ ഫോട്ടോ എടുപ്പിക്കണമെന്ന് നിർബന്ധമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. എന്നിട്ട് അമ്മാവനോടെ മുതലാളി വന്നെന്ന് പറഞ്ഞ് കസേരക്ക് ഇറങ്ങി ഇരിപ്പായി. അയാളുടെ തന്നെ ആദ്യം എടുക്കണമെന്ന് പറഞ്ഞു. എന്നാ പിടി 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 പിടി. ആരാധന ഉണ്ടായുള്ള കുഴപ്പമേ, എന്തു ചെയ്യും? ഹലോ, നമസ്കാരം. ഞാൻ സ്വല്പം താമസിച്ചു പോയി. ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ അമ്മാവനെ. തല അത്രയും ചിരിക്കണ്ട, അത്രയും ഗൗരവൊന്നും വേണ്ട, പ്രസന്നായിട്ടൊന്ന് ചിരിച്ചേ. ഞാനൊന്ന് നോക്കട്ടെ. ഒരു ലൈറ്റൊക്കെ ഇട്ട്, നല്ല ജർമ്മൻ മേക്ക് ലൈറ്റൊക്കെ ഇട്ട് ഹലുവ പോലെ എടുത്തു തരാം. ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ. എഴുപത്തൊന്ന് തുടങ്ങിയാണ് ഞാൻ ഈ സ്റ്റുഡിയോ, അറിയാവോ?